എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നേക്കുന്ന ഒരു എൻഡോവർ ആണ് കേട്ടോ. കസ്റ്റമർ കംപ്ലൈന്റ് പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ട്, അതേമാതിരി തന്നെ വാട്ടർ ലീക്ക്, പവർ സ്റ്റിയറിംഗിന്റെ ഓയിൽ ലീക്ക്, ഇതൊക്കെയായിരുന്നു കംപ്ലൈന്റ്. പിക്കപ്പ് ഡ്രോപ്പിന്റെ മെയിൻ ആയിട്ട് നോക്കിയപ്പോൾ EGR വാൽവിന്റെ DTC ഉണ്ടായിരുന്നു. EGR വാൽവ് സ്റ്റക്കായിരുന്നു. അപ്പൊ അതഴിച്ചു വെച്ചിട്ടുണ്ട്. EGR വാൽവ് സ്റ്റക്കാണ്. ഇതിന് മാനിഫോൾഡും അത്യാവശ്യം കാർബൺ ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. നോക്കി അറിയാൻ പറ്റും. നല്ല രീതിയിലൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ കാർബൺ ഉണ്ട്. വാൽവ് സ്റ്റക്കായിരുന്നു EGR-ന്റെ. ഇതാണ് ഇതിന്റെ EGR വാൽവ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം കാർബൺ അടിഞ്ഞ് സ്റ്റക്കാണ്. അത് ക്ലിയർ ചെയ്താൽ തന്നെ ഒരുവിധം കംപ്ലൈന്റ് മാറും. പിന്നെ വാട്ടർ ലീക്ക് വരുന്നത് വാട്ടർ പമ്പായിരുന്നു. വാട്ടർ പമ്പിന്റെ അടിയിൽ നിന്ന് ഇവിടെ നിന്ന് ലീക്ക് ആവുമായിരുന്നു വാട്ടർ പമ്പ്. പവർ സ്റ്റിയറിംഗ് അതേമാതിരി തന്നെ ഓയിൽ ലീക്ക് വരുന്നത് ഇതിന്റെ ഹൈ പ്രഷർ ഹോസിന്റെ ഓറിങ് ചെറുതായിട്ട് ലീക്ക് ഉണ്ട്. അത് അടിയിലാണ്. അടിയിൽ കൂടെ എടുത്താലേ കാണുള്ളൂ അത്. അപ്പൊ ഇന്നത്തെ വർക്ക് ഇതൊക്കെ തന്നെ.